ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് പൂരവിശേഷമായാലോ? അതെ, ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലിശ്ശേരി മുല്ലയമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരക്കാഴ്ചകളാണ് കേട്ടോ. ആക്ച്വലി ഞാൻ പോകുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം പറഞ്ഞാൽ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പൂരങ്ങളും അമ്പലത്തിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വർക്ക് ഉണ്ടായിരുന്നു, ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞാനും ഏട്ടനും അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കുറച്ച് ദൂരമൊക്കെ നടന്ന് ഞങ്ങൾ അങ്ങനെ പൂരപ്പറമ്പിലേക്ക് കയറി. അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ അങ്ങനെ നിറയെ കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതാ ഇത്രയും ദൂരത്ത് നിന്നിട്ടാണ് ആനേനെ കാണുന്നുണ്ടായിരുന്നത്. നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് അവിടുത്തെ കരിങ്കാളി കാര്യങ്ങളാണ് കേട്ടോ. നമ്മളുടെ ഈ മധ്യ കേരളത്തിലെ പൂരങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. എല്ലായിടത്തും ഇല്ല, പക്ഷേ എന്നാൽ ഒട്ടുമിക്ക അമ്പലങ്ങളിലും ഈ ഉത്സവത്തിൻ്റെ അന്ന് നമുക്ക് ഈ കരിങ്കാളീനെ കാണാൻ പറ്റും. എനിക്കൊക്കെ ആക്ച്വലി പേടിയാണ് കേട്ടോ, കോഴീനെ ലൈവായിട്ട് കൊന്ന് വായിലതിൻ്റെ ചോരയൊക്കെ കുടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ട് ഞങ്ങൾ പൂരത്തിൻ്റെ അധികനൊക്കെ നടന്നു. പിന്നെ നമ്മൾ ഈ വലിയ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂരം കാണാൻ പറ്റില്ല, ആൾക്കാരെ കാണാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടില്ലേ? എക്സാക്റ്റ് അത് തന്നെയാണ്. ഞങ്ങൾ കുറേ ആൾക്കാരെ കണ്ടു. കൂടുതൽ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് അവരുടെ ദേശത്തിൻ്റെ കൊട്ടും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് ആനകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ ക്യാമറയും കാര്യങ്ങളായിട്ട് നല്ല റഷായിരുന്നു. പൂരപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചാലിശ്ശേരി ആണ്. തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ളവർക്ക് ഇതൊന്നും ആവില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് പൂരം കഴിഞ്ഞിട്ട് ആനകളെ ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ. ഞാൻ അടുത്തുനിന്ന് വീഡിയോ എടുത്തപ്പോൾ ആന നമ്മളുടെ നേരെ വരേണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്, അതായത് നടയുടെ എൻട്രൻസ് വരുന്നത്. ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂരം കുറച്ച് നേരമൊക്കെ കണ്ട് ഓൾമോസ്റ്റ് എല്ലാം ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കുറേ നേരം പിടിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും സ്റ്റിൽ ഓരോ പൂരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂരങ്ങളല്ല, ഓരോ ദേശത്തെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 10 മണിയായി വീട്ടിലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നല്ല തിക്കും തിരക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അങ്ങനെ തപ്പിത്തടഞ്ഞ് പുറത്തേക്ക് എത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, തിരക്കാളൊഴിഞ്ഞ് പൂരപ്പറമ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ടാറ്റാ, ബൈ.